ട്രംപിന്റെ ഭരണകൂടം US വിദ്യാർത്ഥി വിസ നിയമങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയും ഇപ്പോൾ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളെയും ഒരുപോലെ ബാധിക്കും. ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന വിസ നിയമങ്ങളിലാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. ഏകദേശം 16 ലക്ഷത്തിലധികം വിദേശ വിദ്യാർത്ഥികൾ US-ൽ പഠിക്കുന്നുണ്ട്. അവരെ ഈ മാറ്റങ്ങൾ കാര്യമായി ബാധിക്കും. പുതിയ നിയമത്തിലെ പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വിസയുടെ കാലാവധിയിൽ മാറ്റം വരികയാണ്. ഡ്യൂറേഷൻ ഓഫ് സ്റ്റാറ്റസ് എന്ന രീതി മാറ്റാൻ ആലോചിക്കുന്നുണ്ട്. നിലവിൽ F1, J1 വിസകളുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ കോഴ്സ് കഴിയുന്നതുവരെ US-ൽ താമസിക്കാം. എന്നാൽ പുതിയ നിയമം വന്നാൽ എല്ലാ വിദ്യാർത്ഥികളുടെയും വിസയുടെ കാലാവധി 4 വർഷമായി നിജപ്പെടും. കോഴ്സിൻ്റെ ദൈർഘ്യം എത്രയാണെങ്കിലും ഇത് ബാധകമാകും. ഇത് PhD വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കും. കാരണം അവരുടെ പഠനം പൂർത്തിയാക്കാൻ ഏകദേശം 5 വർഷം വരെ എടുക്കും. സാധാരണ ബിരുദ കോഴ്സുകൾക്ക് പോലും 4 വർഷം വരെ എടുക്കാറുണ്ട്. കൂടുതൽ സമയം ആവശ്യമുള്ള വിദ്യാർത്ഥികൾ USCIS-ൽ അപേക്ഷ നൽകേണ്ടി വരും. ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. കാലതാമസത്തിനും സാധ്യതയുണ്ട്. പഠനം കഴിഞ്ഞ ശേഷം വിദ്യാർത്ഥികൾക്ക് US-ൽ താമസിക്കാൻ കിട്ടുന്ന സമയം 60 ദിവസത്തിൽ നിന്ന് 30 ദിവസമായി കുറച്ചു. ഇത് വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് മാറാനോ വിസ സ്റ്റാറ്റസ് മാറ്റാനോ തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്താനോ ഉള്ള സമയം കുറയ്ക്കും. പുതിയ നിയമങ്ങൾ പഠനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് തടസ്സങ്ങൾ സൃഷ്ടിക്കും. ബിരുദ വിദ്യാർത്ഥികൾക്ക് ആദ്യ വർഷം കോഴ്സുകളോ വിഷയങ്ങളോ മാറ്റാൻ കഴിയില്ല. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനിടയിൽ ഒരു കോഴ്സും മാറ്റാൻ കഴിയില്ല. ഒരു സ്ഥാപനത്തിൽ 1 വർഷം പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വിദ്യാർത്ഥികൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറാൻ കഴിയൂ. സെപ്റ്റംബർ 2 മുതൽ വിസ ഇൻ്റർവ്യൂ ഒഴിവാക്കിയിരുന്നത് കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പ് F1 വിസ പുതുക്കുന്നവർക്കും 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും 79 വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും ഇൻ്റർവ്യൂ ഇല്ലാതെ വിസ ലഭിച്ചിരുന്നു. എന്നാൽ ഇനി എല്ലാവരും US കോൺസുലേറ്റിൽ നേരിട്ട് ഇൻ്റർവ്യൂവിന് ഹാജരാകണം. ഇത് വിസ കിട്ടാനുള്ള കാലതാമസം കൂട്ടും. OPT എന്നാൽ പഠനശേഷം വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന മേഖലയിൽ ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരമാണ്. ഇത് 36 മാസം വരെ ലഭിക്കും. എന്നാൽ ഇതിൻ്റെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണ്. F1 വിസയിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനശേഷം ജോലി ചെയ്യാൻ അനുമതി നൽകരുതെന്ന് USCIS ഡയറക്ടർ ജോസഫ് എഡ്ലോ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമം അനുസരിച്ച് OPTക്ക് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾ വിസ നീട്ടാൻ അപേക്ഷിക്കേണ്ടി വരും. ഇത് കൂടുതൽ ചിലവ് വരുത്തും. കാലതാമസത്തിനും സാധ്യതയുണ്ട്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, കുടുംബ ബന്ധങ്ങൾ, അമേരിക്കൻ വിരുദ്ധ ചിന്താഗതികളുണ്ടോ എന്നെല്ലാം പരിശോധിക്കും. ഇത് വിസ കിട്ടാനുള്ള കാലതാമസം അപേക്ഷ നിരസിക്കാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട്. വിദേശ വിദ്യാർത്ഥികൾ ട്യൂഷൻ ഫീസ് നൽകുന്നത് സർവകലാശാലകളുടെ വരുമാനത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ്. പുതിയ നിയമങ്ങൾ കാരണം ചില സർവകലാശാലകൾ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാൻ നിർബന്ധിതരാകുകയാണ്. കൊളംബിയ യൂണിവേഴ്സിറ്റി വിദേശ വിദ്യാർത്ഥികളെ സാമ്പത്തികമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാൻ സമ്മതിച്ചു. ഇപ്പോൾ US-ൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ ചെയ്യണം എന്ന് നോക്കാം. I-94 സ്റ്റാറ്റസ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ I-94 റെക്കോർഡ് എപ്പോഴും പരിശോധിക്കുക. പുതിയ നിയമങ്ങൾ വന്നാൽ നിങ്ങളുടെ US-ലെ താമസ കാലാവധി ഇതിൽ കാണിക്കും. കാലാവധി കഴിഞ്ഞാൽ നിയമവിരുദ്ധമായി US-ൽ താമസിക്കേണ്ടി വരും. വിസ നീട്ടാൻ നേരത്തെ അപേക്ഷിക്കുക. നിങ്ങളുടെ കോഴ്സ് 4 വർഷത്തിൽ കൂടുതലുണ്ടെങ്കിൽ വിസ നീട്ടാനുള്ള അപേക്ഷ നേരത്തെ തന്നെ കൊടുക്കുക. അതിനുവേണ്ട രേഖകളെല്ലാം തയ്യാറാക്കുക. നിങ്ങളുടെ കോളേജിലെ DSOയുമായി ബന്ധപ്പെടുക. കോഴ്സുകൾ മാറ്റാതിരിക്കാൻ ശ്രമിക്കുക. കോഴ്സുകൾ മാറ്റുന്നത് ബുദ്ധിമുട്ടാണ്. അതിനാൽ കോഴ്സുകൾ മാറ്റുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓഫീസുമായി ആലോചിക്കുക. മുഴുവൻ സമയം പഠിക്കുക. ഫുൾ ടൈം കോഴ്സുകളിൽ പഠിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ വിസ റദ്ദാക്കാൻ സാധ്യതയുണ്ട്. US-ൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. നേരത്തെ അപേക്ഷിക്കുക. വിസ ഇൻ്റർവ്യൂ നിർബന്ധമായതിനാൽ വിസ കിട്ടാൻ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പേ അപേക്ഷിക്കുക. പരിശോധനയ്ക്ക് തയ്യാറെടുക്കുക. നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും രേഖകളും നന്നായി പരിശോധിക്കുക. എല്ലാ രേഖകളും കൃത്യമായിരിക്കണം. മറ്റ് വഴികൾ തേടുക. O1 വിസ പോലുള്ള മറ്റ് വിസകളെക്കുറിച്ച് അന്വേഷിക്കുക. കൂടുതൽ പണം കണ്ടെത്തുക. വിസ നീട്ടാനും ഇൻ്റർവ്യൂവിനുള്ള പണം നിങ്ങൾ കരുതണം. ഈ മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും സഹായം നൽകാനും എല്ലാ സർവകലാശാലകളിലും ഇൻ്റർനാഷണൽ സ്റ്റുഡൻറ്റ് ഓഫീസുകളുണ്ടാകും. അവരുമായി ബന്ധപ്പെട്ട് പുതിയ വിവരങ്ങൾ അറിയുക. നിങ്ങളുടെ DSOയുമായി എപ്പോഴും സംസാരിക്കുക. പുതിയ നിയമങ്ങൾക്കെതിരെ അഭിപ്രായങ്ങൾ സെപ്റ്റംബർ 29 വരെ സ്വീകരിക്കും. എല്ലാം കഴിഞ്ഞാൽ 2026 നിയമം പ്രാബല്യത്തിൽ വരും. നിർബന്ധിത ഇൻ്റർവ്യൂ, കൂടുതൽ പരിശോധന എന്നിവ ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. വിസ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും വിദ്യാർത്ഥികളുടെ മേൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താനുമാണ് ഈ നിയമങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് അധികൃതർ പറയുന്നു. 2024 6000-ലധികം വിസകൾ റദ്ദാക്കിയിട്ടുണ്ട്. അതിനാൽ നിയമങ്ങൾ തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. ഈ മാറ്റങ്ങൾ US എങ്ങനെയാണ് വിദേശ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ മാറ്റം വരും. അതിനാൽ എല്ലാവരും ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.